ഫോണുകൾ സ്ലോ ആവുന്നു, ഹാങ് ആവുന്നു, അങ്ങനെയുള്ള ഇഷ്യൂസ് ധാരാളം പേർക്ക് അറിയാം. അതേപോലെ മിഡ് റേഞ്ചിലൊക്കെ ഫോൺ എടുക്കുന്നവർക്ക് സ്റ്റോറേജ് പോരാ, സ്റ്റോറേജ് ഇല്ല, എന്ത് പാട്ട് കയറ്റാൻ പറ്റുന്നില്ല, അങ്ങനെയില്ല. മൊത്തത്തിലാകപ്പാടെ ഫോൺ എടുത്താൽ ഹാങ് ലാഗൊക്കെയായിട്ട് വലിയ ഇഷ്യൂസാണ്. എന്നാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഗാലക്സി ടാബ് എന്ന് പറയുന്ന ആ ടാബിനകത്ത് 2GB RAM മാത്രമേ ഉള്ളൂ, 16GB സ്റ്റോറേജേ ഉള്ളൂ. പക്ഷേ ഞാനത് നൈസായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് ഒരു നല്ല ഫയൽ മാനേജർ ഉണ്ടെങ്കിൽ, നന്നായിട്ട് ഫയൽ മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മുടെ ഫോൺ ലാഗും ഹാങ്ങൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോൺ ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലീനിങ് ആപ്ലിക്കേഷനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഫയൽ മൊത്തം മാനേജ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ഷെയറിംഗ് ആപ്ലിക്കേഷനായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇത്രയും ഫീച്ചേഴ്സ് പറയുമ്പോൾ ഒരു വലിയ ആപ്ലിക്കേഷനാണെന്ന് വിചാരിക്കേണ്ട. 10 MB താഴെ 6-7 MB മാത്രമേ ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ട്രസ്റ്റഡ് ആയ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഗൂഗിളിൻ്റെ ഫയൽസ് ബൈ ഗൂഗിൾ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ടാബിലാണ്. പക്ഷേ ടാബിൽ മാത്രമല്ല, ഫോണിലും ഒരേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടിടത്തും ഒരുപോലെ തന്നെ വർക്ക് ചെയ്യും. പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കൂടി വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സാംസങ് ടാബിനകത്ത് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനതിനകത്തേക്ക് ഫയൽസ് മാനേജർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിവിടെ ടാബും കാണാം, തൊട്ടപ്പുറത്ത് സ്ക്രീൻ റെക്കോർഡിങ്ങും കാണാം. രണ്ടിലേതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്ന് വെച്ചാൽ അത് നോക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറിയ ഇൻ്റർഫേസ് ഇതാണ്. താഴെ 3 ടാബുകൾ കാണാം. മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫയൽസ് എന്നുള്ള ടൈറ്റിലും, തൊട്ട് താഴെയായിട്ട് 9.53 എൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ലെവൽ, SD കാർഡിലെ സ്റ്റോറേജ് ലെവൽ രണ്ടാമത്തെ ലൈനിൽ കാണാം. പിന്നെ കുറേയധികം ആപ്ലിക്കേഷൻ, കുറേയധികം ഒരു സെക്ഷനുകൾ കാണാം. ആ സെക്ഷനുകൾ ക്ലീനിങ് എന്ന സെക്ഷനിലെ ടാബിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ സെക്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ എന്തൊക്കെ പ്രൊസീജിയറുകൾ ചെയ്യാനുണ്ടെന്ന് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ സെക്ഷൻ, അതായത് ജങ്ക് ഫയൽസ് എന്ന് കാണുന്ന ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സെക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരു പ്രൊസീജിയർ, ഈ ക്ലീനിങ് ഫോൺ സ്മൂത്ത് ആകുന്നതിൻ്റെ ഭാഗത്തെ ആദ്യത്തെ പ്രൊസീജിയറാണ്. ജങ്ക് ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒറ്റ ടാപ്പ് ചെയ്താൽ മതി. ഇതുപോലെ ഈസി ആയിട്ട് അതൊക്കെ ജങ്ക് ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഫോണിൻ്റെ ആ ഒരു ഭാഗം അങ്ങ് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഒരു കാര്യം അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം, ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ. ഇങ്ങനെയുള്ള ഫയലുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഫുള്ളാവും. നമുക്ക് നോക്കുമ്പോൾ ഇത് ഒന്നും കാണുമില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഫയൽ മാനേജർ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ നമ്മുടെ മുമ്പിൽ റെക്കമെൻഡേഷനായിട്ട് കാണിക്കും. നമുക്കപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാം. കണ്ടോ, ഒരേപോലത്തെ ഒന്നിലധികം ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഫോട്ടോസൊക്കെ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളെ ഓൾറെഡി ഈ ഒരു ഫയൽ മാനേജർ കണ്ടെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒറ്റ ടാപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആ കോപ്പികളെ ഒരുമിച്ച് അങ്ങ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഡിലീറ്റ് എന്ന ഒറ്റ ക്ലിക്കിൽ ഇത് ഫുള്ളായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളുണ്ടോ അതൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് പോയി കിട്ടും. ഇനി അടുത്ത സെക്ഷനിൽ ലാർജ് ഫയലുകളാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഫോണിനകത്ത് വലിയ ഫയലുകൾ, ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടിരിക്കുന്ന വലിയ ഫയലൊക്കെ ഉണ്ടാകും. നമുക്കത് അറിയില്ല. ഒറ്റ ഫയൽ മതി. നമ്മൾ നോക്കുമ്പോൾ ഒറ്റ ഫയലേ കാണും, പക്ഷേ സ്പേസ് മൊത്തം എടുത്ത് കാണും. അപ്പോൾ അത്തരം സംഗതികൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മളതിൽ ലാർജ് ഫയൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൂടുതൽ വലിയ ഫയലുകളൊക്കെ, ചിലപ്പോൾ ഒരെണ്ണമാണെങ്കിലും നമ്മുടെ സ്പേസ് കളയുന്ന ഫയലുകളൊക്കെ അങ്ങനെ കണ്ടെത്തി റിമൂവ് ചെയ്യാം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫയലുകൾ ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് തന്നെ കളയാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ നമുക്ക് മൂവ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3-4 ഫയലുകൾ ഞാനങ്ങ് സെലക്ട് ചെയ്യാം. മൂവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്ന് മൂവ് ചെയ്ത് മെമ്മറി കാർഡിലേക്ക് ഇടാം. ഫോൺ മെമ്മറിയിൽ സ്പേസ് കൂടുതൽ വേണം എപ്പോഴും, എങ്കിലാണ് ഫോൺ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് മൂവ് ടു SD കാർഡ് കൊടുത്താൽ മെമ്മറി കാർഡിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫയലുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനും പറ്റും. അതും നമ്മുടെ ആപ്പ് റെക്കമെൻഡ് ചെയ്യും. കൂടുതൽ സ്പേസ് നമ്മുടെ ഫോണിൽ പോകുന്നു കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലീനിങ് സെക്ഷനിൽ അത് റെക്കമെൻഡഡ് ആയിട്ട് വരും. നമ്മളതങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് മെമ്മറി കാർഡിലോട്ട് മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു പ്രൊസീജിയർ. ഇനി ഇതിനകത്ത് ക്ലൗഡ് ബാക്കപ്പ് പോലുള്ള ഫീച്ചറുകളുണ്ട്. അതായത് നമ്മൾ മെമ്മറി കാർഡിലേക്ക് തന്നെ മാറ്റണം എന്നില്ല. പകരം നമുക്ക് മെമ്മറി കാർഡ് ഇല്ല എങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ്, എല്ലാ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഗൂഗിൾ ഡ്രൈവിൽ 15 GB ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യമുള്ള ഫയലുകൾ കുറച്ചൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഗൂഗിൾ ഫയൽസിലേക്ക് ഗൂഗിളിൻ്റെ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട്
ഇതിൻ്റെ ടോപ്പ് സൈഡിൽ റൈറ്റിൽ കാണുന്ന ഒരു 3 ഡോട്ട് കാണാം, മെനു. ആ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇതുപോലെ നമുക്ക് ഇതിനെയൊക്കെ ബാക്കപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെയുള്ള കോപ്പികൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈസി ആയിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കും ബാക്കപ്പ് എടുക്കാം. അപ്പോൾ നമ്മൾ ഫോൺ മെമ്മറിയിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അതേപോലെ OTG കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ OTGയിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ ബാക്കപ്പ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോൺ മെമ്മറി ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആക്കി ഫോണിനെ സ്മൂത്ത് ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ്ങിൻ്റെ സെക്ഷനിൽ എങ്ങനെയാണ് ഇത് വരുന്ന വർക്ക് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായില്ലേ. ഇനി രണ്ടാമത്തെ ടാബ് ബ്രൗസിംഗിലേക്ക് വരാം. ഇനി ബ്രൗസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് ബ്രൗസിംഗ് ടാബ് ഓപ്പൺ ചെയ്താൽ ഈ രീതിയിലായിരിക്കും നമ്മൾ കാണുന്ന ഇൻ്റർഫേസ്. ഇതിനകത്ത് ഡൗൺലോഡ് ഉണ്ട്, ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. ഇതിൽ ഓരോന്നും പല സെക്ഷൻ തിരിച്ചാണ് കിടക്കുന്നത്. അതായത് വളരെ കൺവീനിയൻ്റ് ആണെന്ന് അർത്ഥം. ഇമേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണുക. ഇപ്പോൾ ഈ ഇമേജുകളൊക്കെ നമ്മൾ കണ്ടു. എല്ലാം ഓൾ എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് കിടക്കുന്നത്. കണ്ടോ, ടോപ്പിൽ നിങ്ങൾക്ക് ഓൾ എന്ന സെക്ഷനിലാണ് ഇതെല്ലാം കാണുന്നത്. ഇനി ക്യാമറയുടെ ഭാഗത്ത് മാത്രം വരുന്ന നമ്മൾ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത ഇമേജുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അടുത്ത സെക്ഷനിൽ ഡൗൺലോഡ് ചെയ്ത ഇമേജുകൾ മാത്രമാണ് കാണുന്നത്. ഇമേജുകൾ മാത്രമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്യുമെന്റിനകത്ത് വരുന്ന ഇമേജുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അങ്ങനെ പല പല സെക്ഷനിലുള്ള ഇമേജുകളാണ് നമ്മൾ കണ്ടത്. ഇതേപോലെ വീഡിയോ എടുത്താലും ഓഡിയോ സെക്ഷൻ എടുത്താലും ഒക്കെ നിങ്ങൾക്ക് അത് പല പല സെക്ഷൻ തിരിച്ച് ക്യാമറയിലെടുത്തത്, അതേപോലെ ഡൗൺലോഡ് ചെയ്തത് സെപ്പറേറ്റ് തിരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്നുള്ളത് ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഫയലുകളെ സെലക്ട് ചെയ്യാണ്. നമ്മളിത് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനെയൊക്കെ മൂവ് ചെയ്യാം. എവിടേക്ക് മൂവ് ചെയ്യാം? മെമ്മറി കാർഡിലേക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റേ USB കണക്ട് ചെയ്തിട്ട്, അതായത് OTG കണക്ട് ചെയ്തിട്ട് OTGയിലേക്കോ ഒക്കെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാം. അതേപോലെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റീനെയിം ചെയ്യാനും സാധിക്കും. ഇപ്പം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു, റീനെയിം കൊടുക്കുകയാണ്. പേര് ഞാൻ ജസ്റ്റ് DD കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം കോപ്പി ഓപ്ഷൻ ഉണ്ട്. കോപ്പി ടു എവിടേക്ക് വേണമെങ്കിലും കോപ്പി ചെയ്യാം. മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റ് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് പല സെക്ഷനിൽ സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. ഫയൽസിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഫയലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ആ ഫയൽ ഇൻഫോയിനകത്ത് കിട്ടും. സോ ഫയലുകളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. വേണ്ട രീതിയിലൊക്കെ മൂവ് ചെയ്യാം, കോപ്പി ചെയ്യാം, റീനെയിം ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ബ്രൗസിംഗ് സെക്ഷനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വീഡിയോസ് ഡൗൺലോഡ്, ഇമേജ്, ഓഡിയോസ് എല്ലാം മാനേജ് ചെയ്യാം. അത് കൂടാതെ മെമ്മറി കാർഡിനകത്തേക്കുള്ള ഓപ്ഷനാണ് താഴെ കാണുന്നത്. ഇന്റേണൽ സ്റ്റോറേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള സകല ഫോൾഡറുകളും നമുക്കിവിടെ കാണാം. ഇതിൻ്റെ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾ ഹിഡൻ കൂടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിഡൻ ആയി കിടക്കുന്ന ഫോൾഡറുകളടക്കം സകലതും കാണാൻ സാധിക്കും. അതിലൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കോപ്പി, മൂവ്, മാനേജ്മെൻറ്റ്, ബാക്കി എല്ലാ കാര്യങ്ങളും, റീനെയിമിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഫോൾഡറിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷനും വരും. നമുക്ക് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും, റീനെയിമിംഗ് അടക്കമുള്ള സകല കാര്യങ്ങളും, ഫോൾഡറിൻ്റെ ഇൻഫോ അടക്കം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. സോ അവിടെയും വളരെ കൺവീനിയൻ്റ് രീതിയിൽ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫയലുകൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇമേജ് സെക്ഷൻ നോക്കി, ഡൗൺലോഡ് സെക്ഷൻ നോക്കി, ഇന്റേണൽ സ്റ്റോറേജ് നോക്കി, ഒരു ഫയൽ കണ്ടെത്താൻ ഇത്രയൊന്നും പാടില്ല. ഒറ്റ ഫയലാണ് കണ്ടെത്തേണ്ടതെങ്കിൽ നമുക്കിതാ അപ്പം ഞാൻ DD റീനെയിം ചെയ്ത ആ ഫയലിനെ ഇവിടെ സെർച്ച് ചെയ്യാണ്. DD കണ്ടോ, നമ്മൾ കുറച്ച് നേരത്തെ റീനെയിം ചെയ്തതാണ്. അത് മെമ്മറി കാർഡിലേക്ക് ഇട്ടു. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാം, ആ ഇമേജ് കാണാം. അത് മെമ്മറി കാർഡിലാണ്. അതിൻ്റെ അറ്റത്ത് മെമ്മറി കാർഡിൻ്റെ ഐക്കണും കാണാം നിങ്ങൾക്ക്. കണ്ടോ, അപ്പോൾ നമ്മൾ ആ റീനെയിം ചെയ്ത ഫയൽ മൂവ് ചെയ്ത് മെമ്മറി കാർഡിലേക്ക് ഇട്ടിരുന്നു. ആ ഫയൽ ഇവിടെ ജസ്റ്റ് DD എന്ന് ടൈപ്പ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തു, ഏതെങ്കിലും സെക്ഷനിൽ കിടക്കുന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് അന്വേഷിച്ചിറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സെർച്ചിൽ നമുക്ക് ആ ഒരു ഫയൽ കണ്ടെത്താം. നിങ്ങൾക്ക് സെർച്ചിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് DD ഫയലുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഓഡിയോയിൽപ്പെട്ട DD എന്ന് പേരുള്ള ഫയൽ അത് ഈ ഒരു ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ അതുപോലെ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള DD എന്ന് പേരുള്ള ഫയൽ മാത്രമായിട്ട് കാണിച്ചു തരും. അങ്ങനെ പല തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫയലിനെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ഇതിൻ്റെ ബ്രൗസിംഗ് സെക്ഷനിലൂടെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൗസർ എന്ന് പറയുന്ന ആ ഒരു ബ്രൗസിൻ്റെ സെക്ഷനിലൂടെ നമുക്ക് ഫയലൊക്കെ അറേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യാനും കഴിയുക. ഇനി നമുക്ക് ഷെയറിങ്ങിൻ്റെ സെക്ഷൻ കൂടി ഒന്ന് നോക്കാം. ഷെയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണിനകത്ത് നമ്മൾ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലും ഫയൽസ് ബൈ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ടാബിനകത്തും ഫോണിനകത്തുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ കാര്യം വർക്ക് ചെയ്യാൻ പോകുന്നത്. ഷെയറിങ് താഴെ റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞു ഇതൊരു മൾട്ടി പർപ്പസ് ആപ്ലിക്കേഷനാണ്. 3 in 1 ആണ്. നമ്മൾ ക്ലിയറിംഗ് കണ്ടു, അല്ലെങ്കിൽ ക്ലീനിങ് കണ്ടു, അത് കഴിഞ്ഞ് ബ്രൗസ് കണ്ടു, ഇപ്പോൾ ഷെയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻഡ് റിസീവ് കണ്ടോ. ആ ഷെയറിംഗ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സെൻഡ് റിസീവ്. ഞാനിപ്പോൾ ടാബിൽ നിന്ന് എൻ്റെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ പോവാണ്. സെൻഡ് കൊടുത്തു, ഫോണിനകത്ത് ഞാൻ റിസീവും ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇത് ഈസി ആയിട്ട് ആ ഫോണിനെ ഡിക്റ്റേറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത വഴിക്ക്
കണക്റ്റ് ആവുകയാണ്. ഇവിടെ ആൻഡ്രോയിഡ് ഫോണിലത് റിസീവിൻ്റെ ഓപ്ഷൻ വരും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ രണ്ടും തമ്മിൽ പെയറിംഗ് ആയി കണക്റ്റഡ് ആയി. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ ഷെയറിംഗ് ആപ്ലിക്കേഷനിൽ കാണുന്ന പോലെ തന്നെ ഈസി ആയിട്ട് ഇവിടെ ചെയ്യാം. ജസ്റ്റ് ഫയലുകൾ ഏതാണ്, ഇമേജുകളാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. വീഡിയോസ് ആണെങ്കിൽ ആ സെക്ഷനിൽ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഇങ്ങനെ സെൻഡ് ചെയ്താൽ വൈഫൈ വഴി ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മറ്റേ ഫോണോ ടാബോ എന്തോ ആയിക്കോട്ടെ അതിലേക്ക് ഈസി ആയിട്ട് സെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ തിരിച്ചും ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫോണിലേക്ക്. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണ്ടുന്ന ഫയലുകൾ സെലക്ട് ചെയ്യുക, സെൻഡ് കൊടുത്താൽ തിരിച്ച് ടാബിനകത്തോട്ടും കയറുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിലൂടെ സെൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയറിംഗ് സെക്ഷനും വർക്ക് ചെയ്യുന്നത്. സോ ഓവറോൾ നമുക്ക് ക്ലീനിങ്ങും ബ്രൗസിങ്ങും മൊത്തം ഫയൽ മാനേജ്മെൻറ്റും ഷെയറിങ്ങും എല്ലാം ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആയ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ സെറ്റിംഗ്സിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് തീമൊക്കെ അപ്ലൈ ചെയ്ത് ഈ ഫയൽസ് ബൈ ഗൂഗിൾ കുറേ കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് തീമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫയൽസ് ബൈ ഗൂഗിൾ. ഇതുകൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരളവ് വരെയൊക്കെ തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ സാധിക്കും. വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഈ ഗൂഗിൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രൈമറി ഫയൽ മാനേജർ ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. മൾട്ടി പർപ്പസ് ആപ്ലിക്കേഷനാണ് ഫയൽസ് ബൈ ഗൂഗിൾ. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.